നമസ്കാരം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 2024 സമ്പൂർണ്ണ അമെൻമെൻറ്റ്സ്. ഈ വിഷയത്തിൻ്റെ രണ്ടാമത് സെഷനിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സുസ്വാഗതം. കഴിഞ്ഞ ഒന്നാമത് എപ്പിസോഡിൽ നമ്മൾ സമ്പൂർണ്ണ റൂൾസ് അമെൻമെൻറ്റിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭേദഗതികൾ ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് രണ്ടാമത് എപ്പിസോഡിൽ നമുക്ക് 4ാമതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താണെന്ന് പരിശോധിക്കാം. 4ാമതായി കൊണ്ടുവന്നിരിക്കുന്നത് 4th അമെൻമെൻറ്റ്. അതിൽ പറയുന്നത് ചെറിയ കാര്യം ഇത്രയേ ഉള്ളൂ. 4A ശേഷം ആഫ്റ്റർ ദ റൂൾ 4A ഫോളോയിങ് റൂൾ ഷാൽ ബി ആഡഡ്. അതിൽ നിന്ന് മനസ്സിലായി അഡീഷനാണ്. 4A റൂളിന് ശേഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് 4A? നമുക്കറിയാം റൂൾ 4 എന്താ. റൂൾ 4ൽ പറയുന്ന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംഗതികളാണ്, അതിൻ്റെ ഫോർമാലിറ്റീസാണ് റൂൾ 4A പറയുന്നത്. 4A എന്താ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പകരം ഇഷ്യൂ ചെയ്യുന്ന നടപടിക്രമം 4A പറയുന്നതാണ്. എന്താണ്? മാനർ ഓഫ് ഇഷ്യൂയിങ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ഇറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്. തിരിച്ചു കിട്ടാനാവാത്ത വിധം ഒരു സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കുന്ന വിധമാണ് 4A പറയുന്നത്. അപ്പോൾ ഈ 4A ശേഷം പുതിയ ഒരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്പർ എങ്ങനെ വരും? 4A ശേഷമായതുകൊണ്ട് 4B. ഓക്കെ, ഇനി നമുക്കതെന്താണ് 4B എന്ന് പറയുന്ന ഈ പുതിയ അഡീഷനിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്. എന്താണ് ആ കാര്യം? 4Bയിൽ പറയുന്നത് 4B മാനർ ഓഫ് ഇഷ്യൂയിങ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ദ ഈവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് ദ സൊസൈറ്റി. ഒരു സംഘത്തിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക? ഈ നടപടിക്രമങ്ങളാണ് ഈ 4Bയിൽ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന കൂട്ടിച്ചേർക്കൽ, അഡീഷൻ. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്ന ഒരു ടെക്സ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഇൻ ദ ഈവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് ദ സൊസൈറ്റി ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 10. സെക്ഷൻ 10ൻ്റെ സബ്സെക്ഷൻ 2 അനുസരിച്ച് എങ്ങനെ ഒരു സംഘത്തിൻ്റെ പേര് മാറ്റപ്പെട്ടാൽ പകരം സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഇൻ ദ ഫോം നമ്പർ 3B. നോട്ട് ചെയ്യാം, ഫോം നമ്പർ 3B ഓഫ് അപ്പൻഡിക്സ് 2 ഓഫ് ദിസ് റൂൾ. അപ്പോൾ നമുക്കറിയാം അപ്പൻഡിക്സ് 2ലാണ് ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. അതിൽ പറയുന്ന 3B നമ്പർ 4ത്തിലായിരിക്കണം ഈ സർട്ടിഫിക്കറ്റ്, ഒരു സംഘത്തിൻ്റെ പേര് മാറ്റപ്പെട്ടതിന് ശേഷമുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 3Bയിലായിരിക്കണം. ഇൻ ദ ഈവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ഇൻ ദ ഫോം നമ്പർ 3B ഓഫ് അപ്പൻഡിക്സ് 2. ഇനി ഇത് പറയുന്നത് ആസ് പെർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 10 അനുസരിച്ചും ആയിരിക്കണം. എന്താണ് 10ാമത് സെക്ഷനിൽ പറയുന്നത്? സെക്ഷൻ 10 എന്താ? സെക്ഷൻ 10ൻ്റെ സബ്സെക്ഷൻ 2 അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുക. സെക്ഷൻ 10 നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി, ഒരു സംഘത്തിൻ്റെ പേര് മാറ്റുന്നത് എങ്ങനെ, അതിൻ്റെ കൺസിക്വൻസ്, ഇംപ്ലിക്കേഷൻ എന്താണ്, അതാണ് സെക്ഷൻ 10ൽ പറയുന്നത്. അതിൻ്റെ സബ്സെക്ഷൻ 2 അനുസരിച്ചാണ് ഈ ഫോം ഇഷ്യൂ നൽകേണ്ടത് എന്നാണ് പറയുന്നത്. റൂളിൽ 5ാമതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താണെന്ന് പെട്ടെന്ന് പരിശോധിക്കാം. വളരെ സിമ്പിളാണ് കാര്യം. ഇതിൽ പറയുന്നത് നമ്മുടെ ഈ റൂൾ 5ലാണ് മാറ്റം വന്നിട്ടുള്ളത്. റൂൾ 5ൻ്റെ സബ് റൂൾ 2ൽ ക്ലോസ് 7 ശേഷം ഒരു അഡീഷൻ വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. റൂൾ 5 എന്താണ്? റൂൾ 5 എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈല, അതാണ് റൂൾ 5ൽ പറയുന്നത്. ബൈലായിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ വളരെ പ്രധാനമല്ലേ? ഒരു സംഘത്തിൻ്റെ ബൈലായിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രതിപാദിക്കണം, അത് പറയുന്നത് റൂൾ 5ലാണ്. ഈ റൂൾ 5ൻ്റെ സബ് റൂൾ 2 ഉണ്ട്. എന്താണ് സബ് റൂൾ 2? റൂൾ 5ൽ 3 സബ് റൂൾസ് ഉണ്ട്. സബ് റൂൾ 1, 2, 3. അതിൽ 1ലാണ് വിശദമായി 28 കാര്യങ്ങളാണ് പറയുന്നത്. ബൈലായിൽ ഇത്ര കാര്യങ്ങൾ പറയണമെന്ന് പ്രധാനമായിട്ട് പറയുന്നത് സബ് റൂൾ 1ലാണ്. പിന്നെ സബ് റൂൾ 2ൽ ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് കുറച്ച് അഡീഷൻ പറയുന്നുണ്ട്. പിന്നെ സബ് റൂൾ 3ൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ 3 ക്ലോസുകളായിട്ടാണ്, 3 സബ് റൂളുകളാണ് അതിനകത്തുള്ളത്. ഈ 2ാമത്തെ സബ് റൂളിൽ, അതായത് ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന 7 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഈ 7ന് ശേഷം ഒരു അഡീഷൻ കൂടി വന്നിരിക്കുന്നു. 7ന് ശേഷം വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും
8 നമ്പർ. അതാണ് 5ാമത്തെ ഭേദഗതി. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമാണ്. ഈ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈല എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇറ്റ് ഷുഡ് നോട്ട് ബി അഗൈൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട് ആൻഡ് റൂൾസ്. അത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ബൈല നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സഹകരണ ആക്ടിനും ചട്ടത്തിനും വിധേയമായിരിക്കണം. കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല. അതാണ് ആദ്യമേ തന്നെ റൂൾ പറയുന്നത്. ഇനി നമുക്ക് സബ് റൂൾ 1 ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബൈലയിൽ വരേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ സബ് റൂൾ 1 കുറേ കാര്യങ്ങൾ, അതായത് 26 A മുതൽ Z വരെ പറയുന്നുണ്ട്. പിന്നെ A B എന്ന് 2 ക്ലോസും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ 26 28 കാര്യങ്ങളാണ് ബൈലയിൽ വരേണ്ടത് എന്നാണ് ഈ പറയുന്ന സബ് റൂൾ 1 പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊന്ന് റിമൈൻഡ് ചെയ്തേ. എന്തൊക്കെ കാര്യങ്ങളാണ്? പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നമുക്കെല്ലാം അറിയാവുന്ന സംഗതി തന്നെ. ഒന്ന് റീകളക്ട് ചെയ്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു സംഘത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒട്ടനവധി മിക്കവാറും എല്ലാ കാര്യങ്ങളും ബൈലയിൽ പ്രതിപാദിക്കണം. ആദ്യമായിട്ട് പറയാം, സംഘത്തിൻ്റെ പേരല്ലേ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി പറയേണ്ടത് പിന്നെ ബൈലയിലാണ്. സംഘത്തിൻ്റെ പേരും അഡ്രസ്സും എങ്ങനെ ഇരിക്കണം അത് നമുക്കറിയാം. അതിൻ്റെ സബ് റൂൾ 1 ഉള്ള 28 കാര്യങ്ങൾ ആദ്യം അത് തന്നെ പറയണ്ടേ. പിന്നെ എന്ത് പറയാം? സംഘത്തിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനെ കുറിച്ചുള്ള പ്രതിപാദ്യം വന്നൂടെ? പിന്നെ എന്താ പറയുക? സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള ഓബ്ജക്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബൈലയിൽ വേണ്ടേ? പിന്നെന്താണ്? ഫണ്ട്സ് റൈസ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേണ്ടേ? അംഗങ്ങളുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് വേണ്ടേ? ക്വാളിഫിക്കേഷൻസ് ഓഫ് മെമ്പർഷിപ്പ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ്, റൈറ്റ്, പ്രിവിലേജസ് ഓഫ് ദ മെമ്പേഴ്സ്, അംഗങ്ങളുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യം വേണ്ടേ? ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറയുന്നതാണ്. പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് ഈ ഘട്ടത്തിൽ വേണ്ട. പിന്നെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയെക്കുറിച്ച് വേണ്ടേ? പിന്നെ പെട്ടെന്ന് പറയൂ, കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇനി എന്താ? മെമ്പർഷിപ്പ് വിത്ഡ്രോ ചെയ്യുന്ന വിധം എങ്ങനെയാണ് എന്ന് ബൈലയിൽ പറയണ്ടേ? അതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ചധികം കാര്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ? നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ രീതി ബൈലയിൽ പ്രതിപാദിക്കണ്ടേ? അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുന്ന കാര്യം പറയണ്ടേ? അതിൻ്റെ നോട്ടീസ് കൊടുക്കുന്ന രീതികൾ പറയണ്ടേ? അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബൈലയിൽ പ്രതിപാദിക്കണ്ടേ? പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും അതുപോലെ തന്നെ പിന്നെ ഫിനാൻസിങ് ബാങ്കുമായിട്ടുള്ള അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണ്ടേ? ഇതൊക്കെ ബൈലയിൽ പ്രതിപാദ്യങ്ങളല്ലേ? ഇനി ഇൻഡസ്ട്രി ഓൺ ഷെയർ ക്യാപിറ്റൽ പറയണ്ടേ? ഇനി ഇത്തരം കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്ന് ഇത്തരം ഒരു 26 28 കാര്യങ്ങളാണ് 1ാമത്തെ സബ് റൂളിൽ പറയുന്നത്. അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാറ്റം അല്ലെങ്കിൽ ഭേദഗതി വന്നിരിക്കുന്നത് സബ് റൂൾ 2 ഞാൻ ഈ പറഞ്ഞ 28 കാര്യങ്ങളിൽ മാറ്റങ്ങളൊന്നുമില്ല. സബ് റൂൾ 2 7 കാര്യങ്ങളാണ് പറയുക. സബ് റൂൾ 2 എന്നതിനെ സംബന്ധിച്ചാണ് ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ജനറലായിട്ട് സംഘങ്ങളുടെ ബൈലയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ക്രെഡിറ്റ് സംഘങ്ങളുടെ ബൈലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ സബ് റൂൾ 2 പറയുന്നത്. 7 കാര്യങ്ങൾ, 5ഉം 2ഉം 7 കാര്യങ്ങളാണ് അതിനകത്ത് നിലവിൽ ഉണ്ടായിരുന്നത്. ഒരു അഡീഷൻ കൂടെ വന്നു. അപ്പോൾ അതിന് സ്വാഭാവികമായും നമ്പർ 8 എന്നാണ് കൊടുക്കുക. സബ് റൂൾ 2 ക്ലോസ് 8 അതാണ് പുതിയ അഡീഷൻ. ഇനി പെട്ടെന്ന് ഓടിച്ച് സബ് റൂൾ 2 എന്താണ്? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലോൺ ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. മാക്സിമം ലോൺ അഡ്മിസിബിൾ ടു ഇറ്റ്സ് മെമ്പേഴ്സ്, അംഗങ്ങൾക്ക് അർഹതയുള്ള പരമാവധി ലോൺ എത്ര, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര, അതുപോലെ തന്നെ ഈ ലോൺ ഗ്രാൻറ്റ് ചെയ്യുന്ന നടപടിക്രമം എന്താണ്, മാനേജിംഗ് കമ്മിറ്റിയുടെ പെനാൽറ്റീസ് ഫോർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ലോൺ അതെന്താണ്, അതുപോലെ തന്നെ ഒരു ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഡിഫോൾട്ട് വരുത്തിയാൽ അതിൻ്റെ കൺസിക്വൻസ് എന്താണ്, ലോൺ തിരിച്ചടയ്ക്കുന്നില്ല ഡിഫോൾട്ട് വരുത്തി അതിൻ്റെ കൺസിക്വൻസ് എന്തായിരിക്കണം, ക്രെഡിറ്റ് സംഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതല്ലേ. അതുപോലെ തന്നെ ഒരു ലോൺ റീകോൾ ചെയ്യാനുള്ള അധികാരവും പിന്നെ സംഘം മാനേജിംഗ് കമ്മിറ്റിക്കുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ ക്ലോസ് 1 പറഞ്ഞിരിക്കുന്ന 28 കാര്യങ്ങൾക്ക് പുറമെയാണ്. അപ്പോൾ അതൊരു സബ് റൂളായിട്ട് പറയാം. അങ്ങനെ 7 കാര്യങ്ങളാണ് ഈ പറയുന്ന സബ് റൂൾ 2 7 ക്ലോസുകളാണ്. ഇനി ഒന്നും കൂടി അഡീഷണലായിട്ട് വന്നിരിക്കുന്നു 8. അതെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻകം ആൻഡ് ലയബിലിറ്റി അതാണ് പ്രധാനമായിട്ട് വരിക. ബോറോവറുടെ ഇൻകം ആൻഡ് ലയബിലിറ്റി ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി അതുകൂടി പരിശോധിക്കപ്പെടണം എന്നാണ് പുതിയതായിട്ടുള്ള അഡീഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ അഡീഷൻ മനസ്സിലായല്ലോ. റൂൾ 5 സബ് റൂൾ 2 ക്ലോസ് 7 ശേഷം
എട്ടാമത് വന്നിരിക്കുന്ന അഡീഷൻ, ഇൻകം ആൻഡ് ലൈബിലിറ്റി ഓഫ് ബൊറോവർ ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി, ഇതുകൂടി പരിഗണിക്കണം. ഇതാണ് ആകെ ഈ റൂൾ 5 വന്നിരിക്കുന്ന മാറ്റം. ഇനി ഒരു സബ് റൂൾ കൂടിയുണ്ട് 3. അതെന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്താണത്? ഇപ്പോൾ 2 ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ നോൺ ക്രെഡിറ്റ് സംഘങ്ങളെ സംബന്ധിച്ചുള്ള ബൈല ആണെങ്കിൽ ഏത് കാര്യങ്ങൾ കൂടി വരണം. ഇത്രയും കാര്യങ്ങളാണ് റൂൾ 5 ഈ ഭേദഗതിയിലും വന്നിരിക്കുന്നത്. ജനറലായിട്ട് കൂട്ടുകാർക്ക് മനസ്സിലായി എന്നുള്ള ധാരണയോടുകൂടി നമുക്ക് അടുത്ത ഭേദഗതിയിലേക്ക്. 6ാമത്തെ ഭേദഗതി, റൂൾ ഭേദഗതി. 6ാമത്തെ റൂൾ ഭേദഗതി റൂൾ 9 വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? റൂൾ 9 അത് കൊണ്ട് തന്നെ റൂൾ 9 എന്താണ്? പ്രൊസീജിയർ റിഗാർഡിംഗ് ബൈല അമെൻമെൻറ്റ് ഓഫ് ബൈല. ഒരു ബൈല ഭേദഗതിയുടെ നടപടിക്രമങ്ങളാണ് റൂൾ 9 പറയുന്നത്. അതിൽ 4 ക്ലാസ്സുകളാണ് നിലവിലെ ചട്ടത്തിൽ ഉള്ളത്. ക്ലാസ് 1, 2, 3 and 4. അതിൽ 2ാമത്തെ ക്ലാസ്സിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് വന്നിരിക്കുന്നത്. 2ാമത്തെ ക്ലാസ് ചില ഭേദഗതികൾ അവിടെയും ഇവിടെയും ആയിട്ട് കുറച്ച് ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലായിട്ടാണ് ഈ ക്ലോസ് 2 വന്നിരിക്കുന്ന മാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് റൂൾ 9? ബൈല ഭേദഗതിയുടെ നടപടിക്രമങ്ങൾ. അതിൽ 4 ക്ലാസ്സുകൾ, അതിൽ 2ാമത്തെ ക്ലാസ്സിൽ ചില ഭേദഗതികൾ. അപ്പോൾ 2ാമത്തെ ക്ലാസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഭേദഗതികൾ മനസ്സിലാക്കുക. ഇനി ഈ ഭേദഗതിയുടെ ടെക്സ്റ്റ് ഞാൻ പറയുന്നതിന് മുമ്പ് നിലവിലുള്ള ടെക്സ്റ്റ് അതിലുള്ള മാറ്റങ്ങളാണല്ലോ. അപ്പം നിലവിലുള്ള ടെക്സ്റ്റ് വച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത് മനസ്സിലാക്കാൻ. 9 ക്ലാസ് 1 പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ ഭേദഗതിയിലേക്ക് പോകാം. 4 ക്ലാസ്സുകളാണ് റൂൾ 9 ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. 1ാമത്തെ ക്ലാസ്സിൽ ഒന്നുമില്ല. എങ്ങനെയാണ് ഒരു ബൈല ഭേദഗതി നടത്തുക? നമുക്കറിയാം, അതിനുവേണ്ടി വിളിക്കുന്ന ജനറൽ ബോഡിയുടെ 2/3 പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ ഹാജരായി വോട്ട് ചെയ്ത അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം വേണം ബൈല ഭേദഗതിക്ക്. ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുത്താൽ അത് 1 മാസത്തിനകം RCSന് അയച്ച് അതിന് വേണ്ട നടപടികൾ നമ്മൾ സ്റ്റെപ്സ് എടുക്കണം. അതാണ് ക്ലോസ് 1 പറയുന്ന ചട്ടം. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 2 ക്ലോസ് 2 വന്നിരിക്കുന്ന മാറ്റം. ഇനി അതിൻ്റെ ഇൻ കണ്ടിന്യൂവേഷൻ 2 ഭേദഗതി ഉൾപ്പെടെയുള്ള ടെക്സ്റ്റ് ഞാനത് വായിക്കാം. നിങ്ങൾക്കിവിടെ ഒരു കാര്യം കാണാൻ കഴിയും. നിലവിലുള്ള ഭേദഗതി മാത്രം വച്ച് ഡിസ്കസ് ചെയ്തു പോയാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ്, നിലവിലുള്ള ടെക്സ്റ്റും അതിന്മേൽ വന്നിരിക്കുന്ന മാറ്റം ഞാൻ ആ റെഡിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് ഇപ്പോഴത്തെ അമെൻമെൻറ്റിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് പൂർണ്ണമായി ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നിലവിലുള്ള ടെക്സ്റ്റ് കൂടി വെച്ച് ഏത് ഭാഗത്താണ് മാറ്റം വന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ 2ാമത്തെ ക്ലോസിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു റെസൊല്യൂഷൻ എടുക്കണം, 2/3 മെജോറിറ്റി വേണം. ആ റെസൊല്യൂഷൻ്റെ സെർവിങ്ങിനെ കുറിച്ചും ആണ് പറയുന്നത്. അപ്പോൾ നോ സച്ച് റെസൊല്യൂഷൻ ഷാൽ ബി വാലിഡ് ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റി. കാണാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റി ഹാവിങ് നോട്ട് മോർ ദാൻ 500 മെമ്പേഴ്സ്. 500 മെമ്പേഴ്സ് അധികമുള്ള സംഘങ്ങളെ സംബന്ധിച്ചായിരുന്നു പറയുന്നത്. ഇപ്പോൾ 1000 ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ഒരു അഡീഷൻ. 500നെ നമ്മൾ 1000 ആക്കി മാറ്റിയിട്ടുണ്ട്. 1000 മെമ്പേഴ്സ് അൺലെസ് intimation of the amendment proposal has been given to the members of the society. അവിടെ either എന്ന് പറയുന്ന വേർഡ്, ഇതിൻ്റെ കണക്റ്റിംഗ് വേർഡ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻ പേഴ്സൺ, നേരിട്ട് സെർവ് ചെയ്യാം. പിന്നെ ആൻഡ് ദെയർ ഫുൾ സിഗ്നേച്ചർ ഇൻ ടോക്കൺ ഓഫ് ഹാവിങ് റിസീവ്ഡ്. നേരിട്ട് സെർവ് ചെയ്താൽ ഒപ്പിട്ട് വാങ്ങുക എന്നുള്ളതാണ്. The same has been obtained or by the registered post or speed post or courier services approved by the High Court of Kerala or Government of Kerala. ഈ 3 രീതിയിലും ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ആൻഡ് ഇൻ അതർ കേസസ്, മറ്റുള്ള കേസിലോ ഇങ്ങനെയൊന്നും സെർവ് ചെയ്യാൻ പറ്റില്ല, നേരിട്ടും പറ്റില്ല, ഈ സ്പീഡ് പോസ്റ്റിലും കൊറിയർ സർവീസൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇൻ അതർ കേസ് ഈ ഇറ്റ് ഷാൽ ബി സഫീഷ്യൻറ്റ്. എന്ത് മതിയാകും? The date, time, place and agenda of such general body meeting, ഇതൊക്കെ വിത്ത് ഡീറ്റെയിൽസ് ഓഫ് അമെൻമെൻറ്റ് പ്രപ്പോസൽ എന്നുള്ള ഭാഗം മാറ്റി അത് വേറെ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഈ ഭാഗത്തങ്ങ് ഒഴിവാക്കുക. ആർ പബ്ലിഷ്ഡ്, ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ പബ്ലിഷ് ചെയ്യണം എന്നാണ് പറയുക. ആർ പബ്ലിഷ്ഡ് ഇൻ 2 vernacular dailies ഹാവിങ് വൈഡ് സർക്കുലേഷൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. എന്താ വെർണക്കുലർ ഡെയിലീസ് എന്ന് പറഞ്ഞാൽ പ്രചാരമുള്ള സംഘത്തിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ നല്ല പ്രചാരമുള്ള 2 പത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യണം. അവിടെയാണ് ഒരു അഡീഷൻ. നേരത്തെ പറഞ്ഞ ആ ഡിലീഷൻ കൂടെ ചേർത്ത് ആ വേർഡിങ്സ് ഒന്ന് മാറ്റിയതാണ്. എന്താണ് പുതിയ അഡീഷൻ എന്ന് നോക്കാം. ദ ഡേറ്റ്,
പിന്നെ ആൻഡ് ദ ഡേറ്റ്, ടൈം ആൻഡ് അജണ്ട ഓഫ് സച്ച് ജനറൽ ബോഡി മീറ്റിംഗ് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് അമെൻമെൻറ്റ്. അമെൻമെൻറ്റിൻ്റെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടെ ഡേറ്റും ടൈമും പ്ലേസും. ഇത്തരം കാര്യങ്ങളാണ് ഈ വെർണക്കുലർ ഡയലീസിൽ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടത്. പിന്നെ ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് സൊസൈറ്റി. സംഘത്തിൻ്റെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും നോട്ടീസ് ബോർഡിൽ ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യണം. ഇൻ ദ പഞ്ചായത്ത് ഓഫീസിൽ പബ്ലിഷ് ചെയ്യണം. അല്ലെങ്കിൽ ഓർ ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ മുനിസിപ്പാലിറ്റി, അവിടെ പബ്ലിഷ് ചെയ്യണം. പിന്നെ ഓർ കോർപ്പറേഷൻ എന്നുള്ള ഭാഗം ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട്. ഓർ വില്ലേജ് ഓഫീസ് ആസ് ദ കേസ് മേ ബി, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ അതിൻ്റെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം. ആൻഡ് ആൾസോ ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ എയർ ഓഫീസ് ജനറൽ പബ്ലിഷ് ചെയ്യണം. ആൻഡ് ഇൻ ദ വില്ലേജ്, ബ്ലോക്ക് ആൻഡ് താലൂക്ക് ലെവൽ ഓഫീസ് ഓഫ് ദ ഫങ്ഷണൽ രജിസ്ട്രാർ കൺസേൺസ്. അവരുടെ ഈ ഫങ്ഷണൽ രജിസ്ട്രാർസിൻ്റെ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലും അതിലൊന്നും മാറ്റമൊന്നുമില്ല. ടു ഹൂം ദ സൂപ്പർവിഷൻ ഈസ് വെസ്റ്റഡ്. ആൻഡ് ദ ഓഫീസ് ഓഫ് ദ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഡിറ്റർ അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ഓഫീസിലും ഇത് നോട്ടീസ് ബോർഡിൽ പതിക്കണം. ആൻഡ് ദ ഓഫീസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. വിത്തിൻ വിച്ച് ദ ഏരിയ ഓപ്പറേഷൻ സൊസൈറ്റി ഫോൾസ്. തുടർന്ന് ആൻഡ് ഇൻ അഡീഷൻ ടു ദ എബോവ് സെഡ് മാനർ, അങ്ങനെ പറയുന്നൊരു വേർഡിങ്സ് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പിന്നെ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. ദ സൊസൈറ്റി മേ ഓൾസോ എന്ന് പറയുന്നൊരു വാക്ക് കൂടി വേർഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി. ഇൻഫോം ദ ഡേറ്റ് ഓഫ് മീറ്റിംഗ് ബൈ ഷോർട്ട് മെസ്സേജ് സർവീസ് ഓഫ് സെല്ലുലാർ ഫോൺസ്. നമുക്കറിയാം SMS സർവീസ് വഴി അയക്കാനുള്ള സംഗതി നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. ഓർ അതർ കമ്പ്യൂട്ടർ ഡിവൈസസ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത സംഗതികളിലൂടെയും അറിയിക്കാം, ഇമെയിലിലൂടെ അറിയിക്കാം. ഓർ ലോക്കൽ ടെലിവിഷൻ ചാനലിലൂടെ അത് നമുക്ക് സംപ്രേഷണം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓർ ബൈ എക്സിബിറ്റിംഗ് ബാനേഴ്സ് ഇൻ ദ പ്രോമിനൻറ്റ് പ്ലേസസ്, പ്രധാന സ്ഥലങ്ങളിൽ ബാനറുകൾ ഉയർത്താവുന്നതാണ്. വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ മാറ്റം വരുത്തിയ ടെക്സ്റ്റ് ഉൾപ്പെടെയുള്ള നിലവിലുള്ള ടെക്സ്റ്റാണ് നമ്മൾ കണ്ടത്. അത് നിങ്ങൾക്കൂടെ കാണാൻ കഴിഞ്ഞു. ആ ഭേദഗതി മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും. കുറച്ചുകൂടെ ക്ലാരിറ്റി അതിനകത്തുണ്ടാവും. ഓക്കെ, ഇതൊരു വലിയ ടെക്സ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വിശദമായി കുറിച്ചുള്ള മറ്റൊരു മാറ്റം. ഇതിന്റെ ക്ലാസ് 4 ക്ലാസ്സസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ 4ാമത്തെ ക്ലാസ്സിന്റെ സബ് ക്ലോസ് സിയില് ഇതിന്റെ സബ് ക്ലോസ് സിയിൽ വേറൊന്നുമില്ല. നമ്മൾ മെമ്പേഴ്സിൻ്റെ എണ്ണം 500-ൽ നിന്നും 1000 ആക്കിയെന്ന് പറഞ്ഞല്ലോ. അതിനാനുപാതികമായ ഒരു മാറ്റം, 500 മാറ്റി 1000 സിയിലൊരു പരാമർശമുണ്ടായിരുന്നു, അവിടെയും കൂടി ചേർത്തു. അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 7ാമതായി വന്നിരിക്കുന്ന ഒരു ഭേദഗതിയാണ്, അമെൻമെന്റ് ആണ്. 7ാമതായി വന്നിരിക്കുന്ന അമെൻമെന്റ് റൂൾ 13. റൂൾ 13 നമുക്കറിയാം ഏതുമായി ബന്ധപ്പെട്ടത്, സെക്ഷൻ 14 ബന്ധപ്പെട്ടതിന്റെ റൂളാണ് റൂൾ 13. പിന്നെ സെക്ഷൻ 14 തന്നെ ഒരു അമെൻമെന്റ് നമ്മൾ സെക്ഷന്റെ അമെൻമെന്റ്സ് പഠിച്ചപ്പോൾ അന്നേരം പഠിച്ചിരുന്നു. അതായത് ഞാൻ പറഞ്ഞു സെക്ഷൻ 14 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വരേണ്ട ഒരു റൂളാണ് റൂൾ 13. സെക്ഷൻ 14 റൂൾ 13 രണ്ടും ആണ് പിന്നെ സെയിം ആയിട്ടുള്ളത്. അപ്പൊ റൂൾ 13-ലും സെക്ഷൻ 14-ലും വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്, ഭേദഗതിയാണ്. അപ്പോൾ സെക്ഷൻ 14 വന്നിരിക്കുന്ന മാറ്റത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ റൂൾ ഭേദഗതിയും ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ആ റൂൾ ഭേദഗതി 13-ൽ വന്നിരിക്കുന്ന റൂളിന്റെ ഭേദഗതി എന്താണ്? ഈ മാറ്റം പറഞ്ഞിരിക്കുന്നതിന്റെ ഹെഡിങ്ങിലാണ്. ആ സെക്ഷനിലും അങ്ങനെ തന്നെയായിരുന്നു. എന്താണ്? ദ മാർജിനൽ ഹെഡിങ് ആഫ്റ്റർ ദ വേർഡ് സിമ്പിൾ അമാൽഗമേഷന് ശേഷം മെർജർ എന്ന് പറയുന്നൊരു വാക്ക് കൂടി ചേർക്കണം. എന്താണ് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഹെഡിങ്? എന്തായിരുന്നു? സെക്ഷൻ 14. അത് തന്നെയാണ് റൂൾ 13. രണ്ടും ഒരേ ഹെഡിങ് ആണ്. എന്താണ് അത്? മറ്റൊന്നുമല്ല, ഈ അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്നായിരുന്നു ഒറിജിനൽ ഹെഡിങ്. ഇവിടെ അമാൽഗമേഷന് ശേഷം നമ്മുടെ പുതിയ കൺസെപ്റ്റ് ഏതാ? മെർജർ. അതുകൂടി നമ്മൾ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നു. അതാണ് വന്നിരിക്കുന്ന ഏകമാറ്റം. അപ്പോൾ എവിടെയൊക്കെ അമാൽഗമേഷൻ ഉണ്ടോ അവിടെയൊക്കെ മെർജർ എന്നുകൂടി നമ്മൾ ആഡ് ചെയ്തു പോകുന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം. അത് നമുക്ക് വിശദമായി പരിശോധിക്കാം. റൂൾ 13 അതിൻ്റെ സബ് റൂളിൽ ചെറിയ മാറ്റങ്ങളാണ്, അഡീഷൻസാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് ഞാൻ കഴിഞ്ഞത് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് വച്ചിട്ട് പറയുന്നതായിരിക്കും
സഹകാരികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഉചിതം. അത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ആ മാറ്റം വരുന്ന ഘട്ടത്തിൽ അതുകൂടി ചേർത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം. സബ് റൂൾ 1 വന്നിരിക്കുന്ന മാറ്റങ്ങൾ. നിലവിലുള്ള ടെക്സ്റ്റും മാറിയ ഭാഗം നമ്മൾ റെഡിങ്ങിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കൂ, ഞാനത് വായിക്കാം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസൈറിങ് ടു എഫക്റ്റ് അമാൽഗമേഷൻ, അവിടെ ഞാൻ ഹെഡിങ്ങിൽ ചേർത്ത ഒരു മെർജർ എന്ന് പറയുന്ന വാക്ക് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അമാൽഗമേഷൻ, ഇനിയിപ്പോൾ നമ്മളെങ്ങനെ വായിക്കും? അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, or division shall be convene a meeting of special general body called for this purpose. ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് വിളിക്കുന്നത്. ഗിവിംഗ് 15 clear days notice and pass resolution for amalgamation. അവിടെയും മെർജർ ഇല്ല, മെർജർ കൂടി ചേർക്കണം, പുതിയതാണ്, അഡീഷനാണ്. മെർജർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ആസ് ദ കേസ് മേ ബി ബൈ 2/3 majority. 3/2 മെജോറിറ്റി വേണം എന്നുള്ളത് ഇപ്പം മാറ്റി. എങ്ങനെ മാറ്റി? അമെൻഡ് ചെയ്തു. അവിടെ സിമ്പിൾ മെജോറിറ്റി ആക്കി. അപ്പോൾ ടൈം ലിമിറ്റിൽ വന്നിരിക്കുന്നൊരു മാറ്റം. ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരു 15 days നോട്ടീസാണ് ഒന്ന്. അതുപോലെ തന്നെ നമുക്ക് 2/3 മെജോറിറ്റി എന്നുള്ളത് സിമ്പിൾ മെജോറിറ്റി ആക്കിയും മാറ്റിയിരിക്കുന്നു. അങ്ങനെ ആകെ 2 മാറ്റങ്ങളാണ് ഈ ഘട്ടത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ഉണ്ടായിട്ടുള്ളത്. പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദാറ്റ് മീറ്റിംഗ്, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. അതൊരു പ്രൊവിസോ ആണ്. ആ പ്രൊവിസോ നിങ്ങൾക്കിവിടെ കാണാം. ആ മാറ്റങ്ങൾ നമുക്ക് ഞാൻ വായിക്കാം. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഷ്വേർഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്, no resolution shall be passed without the prior approval in writing of the Reserve Bank of India and in the case of assisted society. അപ്പോൾ 2 തരം സംഘങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം. No resolution should be passed without the prior approval of the registrar. അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് ആസ് യൂഷ്വൽ തുടരും. ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ, കണ്ടോ, അമാൽഗമേഷൻ വന്നപ്പോൾ നമ്മുടെ പുതിയ കൺസെപ്റ്റ് മെർജറും കൂടി ചേർത്തു. ആകെയുള്ള മാറ്റം അതാണ്. മെർജർ ഓർ ഡിവിഷൻ, the resolution shall include the scheme and the draft bylaw proposed for adoption consequent on the approval of the proposals. The draft bylaws shall include provisions of the appointment of the first committee by nomination. ഇതിലൊന്നും തന്നെ യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. ആകെ മാറ്റം മെർജറിൻ്റെ അഡീഷൻ. റൂൾ 13 അതിൻ്റെ സബ് റൂൾ 1 വന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം റൂൾ 2, ആ റൂൾ 2 അതിനുശേഷം ഒരു അഡീഷൻ 2A എന്ന് പറയുന്ന ഒരു പുതിയ അഡീഷൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നമുക്ക് അത് എന്താണെന്ന് നോക്കാം. എന്താണ് 2 അതിന് ശേഷം വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 2A എന്ന് പറയുന്നത്. 2 എന്താ പറഞ്ഞിരുന്നത്? ഈ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 14 ഇതിൻ്റെ കൺസേൺ സെക്ഷൻ 14 സബ്സെക്ഷൻ 6 പറയുന്നത് ഇവിടെ ബാധകമാണെന്ന് മാത്രമാണ് റൂൾ പറയുന്നത്. അതിൽ മറ്റൊന്നും മാറ്റം ഇല്ല. അതിന് തുടർച്ചയായിട്ട് 2A എന്ന് പറയുന്ന ഒരു അഡീഷൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. ആ 2A എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2A നമ്മൾ പുതുതായി ആഡ് ചെയ്ത മെർജിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് 2A ആയിട്ട് ചേർത്തിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ആ ടെക്സ്റ്റ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻറ്റൻഡ് ടു മെർജ് വിത്ത് അനദർ സൊസൈറ്റി. ഓക്കെ, സംഘങ്ങൾ തമ്മിലുള്ള മെർജിങ് ആണ്. ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയിൽ മെർജ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ആ സൊസൈറ്റി, മെർജ് ചെയ്യാൻ തീരുമാനിക്കുന്ന സൊസൈറ്റി ഷാൽ പ്രിപ്പയർ എ സ്കീം ഓഫ് മെർജർ. ആ മെർജ് ചെയ്യാൻ തീരുമാനിക്കുന്ന സൊസൈറ്റി ഒരു സ്കീം തയ്യാറാക്കണം. ആൻഡ് സബ്മിറ്റ് ദ സെയിം ആൻഡ് പാസ് സച്ച് എ റെസൊല്യൂഷൻ വിത്ത് സിമ്പിൾ മെജോറിറ്റി അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഓക്കെ, ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഈ ഒരു സ്കീം വച്ച് പാസ്സാക്കിയിരിക്കണം. സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയിരിക്കണം. ഓഫ് ഈച്ച് സച്ച് മെർജിങ് സൊസൈറ്റി കൺവീൻ ഫോർ ദ പർപ്പസ് ഓഫ് സച്ച് മെർജർ ഓഫ് ദ സൊസൈറ്റീസ്. അപ്പോൾ മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന സംഘം ഒരു സ്കീം തയ്യാറാക്കണം. ആ സ്പെഷ്യൽ സ്കീം സിമ്പിൾ മെജോറിറ്റിയിൽ ജനറൽ ബോഡിയിൽ വച്ച് പാസ്സാക്കുകയും ചെയ്തിരിക്കണം. ഇതാണ് പുതിയതായി മെർജിങ്ങിനെ സംബന്ധിച്ച് വന്ന ഒരു നടപടിക്രമം. അതുപോലെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദ സ്കീം ഷാൽ കണ്ടെയ്ൻ, ആ സ്കീമിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് മെർജിങ് സൊസൈറ്റീസ്. മെർജിങ് സംഘങ്ങളുടെ
പിന്നെ ഡീറ്റെയിൽസ് പറയണം, ആസ് വെൽ ആസ് ദ അതർ ഡീറ്റെയിൽസ് such as objectives, functions, area of operation, structure and a detailed scheme of transfer of assets and liabilities of merged societies. ഏത് സംഘത്തിലേക്കാണോ മെർജ് ചെയ്യുന്നത് ആ സംഘത്തിൻ്റെ ഇത്തരം വിശദാംശങ്ങൾ അവിടെ വേണം. ഇനി ഒന്നുകൂടി നമുക്ക് ആ ടെക്സ്റ്റിലേക്ക് പോകാം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻറ്റൻഡഡ് ടു മെർജ് with another society shall prepare a scheme of merger and submit the same and pass such a resolution with a simple majority at the general body meeting of each such merging society convened for the purpose of such merger of the societies. In second paragraph, the scheme shall contain the details of each merging society as well as the other details such as objectives, functions, area of operation, structure and detailed scheme of transfer and liabilities of merged societies എന്നാണ് ഈ ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, അത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിശദാംശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടുത്ത അമെൻമെൻറ്റ് പരാമർശത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ ഈ കഴിയും. ഒരു അമാൽഗമേഷൻ എന്ന് പറയുന്ന വാക്കുണ്ട്. അതിനുശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചേർത്ത് വരുന്ന മെർജർ കൂടി ചേർക്കും. എന്താണ്, ഇത്തരം പ്രപ്പോസൽ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ഈ അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഒക്കെ അപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഈ മെർജറും അപ്രൂവ് ചെയ്യും എന്ന് മാത്രം ഒരു ഭേദഗതിയാണ് ഈ സബ് റൂൾ 3-ൽ വന്നിരിക്കുന്നത്. ഒരു അഡീഷൻ, അമാൽഗമേഷൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം മെർജറും കൂടി ചേർത്തിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അംഗീകാരത്തിൻ്റെ മാന്യ സഹകാരികളെ, ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. ബാക്കി അവശേഷിക്കുന്ന റൂൾസിൽ വന്നിരിക്കുന്ന ഭേദഗതികൾ വളരെ വിശദമായും ലളിതമായും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് നിങ്ങളുടെ അജിത് കുമാർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക്സ്. സി യു അഗൈൻ.